മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്ന കൃഷിക്കാഴ്ചകൾ പയറിൻ്റെ വളർത്തലാണ്, പയർ വളർത്തലാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറി വിഭവമാണ് പയർ. വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ പറമ്പുകളിൽ കൃഷി ചെയ്തു വരുന്ന ഒരു പച്ചക്കറിയാണ് പയർ. വലിയ അധ്വാനമില്ലാതെ, ഭാരിച്ച പണച്ചെലവില്ലാതെ ഏതൊരു വ്യക്തിക്കും വീട്ടാവശ്യത്തിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് പയർ. വിവിധ രീതിയിൽ വിളവ് വരുന്നതും നിറങ്ങളിലുള്ളതും അതുപോലെ തന്നെ നീളത്തിലും ഒക്കെയുള്ള പയർ വിത്തുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. മീറ്റർ പയർ എന്ന പേരിൽ അറിയപ്പെടുന്ന നീളമുള്ള പയറാണ് ഇപ്പം ഞാൻ ഈ നട്ടിരിക്കുന്നത്. ഞാൻ ഈ പയർ നട്ടത് ഇതിൻ്റെ പയർമണികൾ സംഘടിപ്പിച്ച്, പയർമണികളെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണഗതിയിൽ കർഷകരുടെ കയ്യിൽ നിന്നാണ് പയറിൻ്റെ വിത്തുകൾ മറ്റുള്ള പച്ചക്കറികളുടെയും എല്ലാത്തിൻ്റെയും വിത്തുകൾ സംഭരിക്കാറുള്ളത്. അങ്ങനെ വാങ്ങിച്ച് ഈ വിത്ത് പേപ്പർ കപ്പിൽ പാകി മുളപ്പിച്ച് 2-3 ഇല വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ മണ്ണൊരുക്കി നട്ടത്. അപ്പോഴീ നട്ട സമയത്ത് ഞാൻ ഇതിന് വളം ചെയ്തത് ചാരവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ പൊടിച്ച് അത് ഇട്ടാണ് നട്ടത്. ഇപ്പം നട്ടതുകൊണ്ട് ഒരാഴ്ച 7 ദിവസത്തോളമൊക്കെ ആയുള്ളൂ. ആ 7 ദിവസത്തിനകത്ത് വെച്ച് സാധാരണ നല്ല രീതിയിലുള്ള വളർച്ച ഈ പയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പോഴെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കയറിപ്പാൻ, ഇത് പടർന്ന്, അതായത് താങ്ങുകമ്പ് കൊടുക്കണം, അതല്ലെങ്കിൽ പന്തൽ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ലവണ്ണം പടർന്ന് കയറി കായ്ക്കത്തുള്ളൂ. അപ്പം അതിന് പന്തലിടുക, അടുത്ത വളം ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു വളം ചെയ്തിട്ടുള്ളൂ, പാകിയപ്പോഴും വളമൊന്നും ചെയ്തില്ല. ആദ്യം ഒരു വളം മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ സ്ഥിരമായിട്ട് വളം ഇട്ട് കൊടുക്കണം. ഇനിയും ഞാൻ ഇട്ട് കൊടുക്കുന്ന വളങ്ങളുടെ രീതികളും എങ്ങനെയാണ് പന്തലിടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇനിയും ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന വളമെന്ന് പറയുമ്പോൾ ഞാൻ പല വീഡിയോയിലും സുഹൃത്തുക്കൾക്ക് പങ്കുവച്ചിട്ടുള്ള ഒരു വളമാണ് ഇത്. ഒരു തരം ലായനി വളമാണ്. ഈ ലായനി വളം എല്ലാ വിളകൾക്കും ഉത്തമമാണ്. ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ചീമക്കൊന്ന എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. പയർ വർഗത്തിൽപ്പെട്ട ഈ സസ്യത്തിൻ്റെ ഇലകൾക്ക് നമ്മുടെ മറ്റ് കൃഷികൾക്ക് ആവശ്യമായ പോഷകഘടകങ്ങൾ ഈ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് തോലായിട്ട്, അതായത് ഇതിൻ്റെ പച്ചിലയായിട്ട് വെട്ടിയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് ഹ്രസ്വകാല വിളകളായ പയർ, പാവൽ, പടവലം, വെള്ളരി, ഇത്തരത്തിലുള്ള പച്ചക്കറികൾക്കൊക്കെ ഇത് ലായനിയായിട്ട് കൊടുക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് വലിച്ചെടുക്കുകയും നമുക്ക് മികച്ച ആദായം തരികയും ഒപ്പം ഒരു പരിധി വരെയൊക്കെ കീടങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ഇതിനുണ്ടാകും. കാരണം ഈ ചീമാക്കൊന്നയുടെ ഇലയ്ക്കൊരു ചെറിയ സ്മെല്ല്, അതായത് ഒരു ഗന്ധമുണ്ട്. ഈ ഗന്ധം ഈ പ്രാണികളെ, നമുക്ക് ഉപദ്രവകരമായ പ്രാണികളെ മാറ്റുന്നതിന് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചീമക്കൊന്നയുടെ ഇല നമ്മൾ ഒരു വലിയ ഡ്രമ്മിലോ ബക്കറ്റിലോ ഇടുക എന്ന് പറഞ്ഞാൽ ഇല മാത്രമേ വരൂ, കമ്പൊന്നും വരരുത്. അതിനുശേഷം കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ അതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു 10 ദിവസം 12 ദിവസമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് പലതവണ ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി അതിനകത്ത് കിടക്കുന്ന ഇലയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ദാണ്ട് ഇതേപോലെയുള്ള ഈ ലായനി നമ്മൾ എടുക്കുക. ഈ ലായനി എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം ഒരു കപ്പിനകത്ത് 1 കപ്പ് ലായനി എടുക്കുകയാണെങ്കിൽ 10 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ച് വളരെ നല്ല രീതിയിൽ യോജിപ്പിച്ച് ഈ പയറിൻ്റെയും ഒക്കെ അല്പം അകലക്കൂട്ടി, തൊട്ട് ചുവട്ടിലൊഴിക്കരുത്, അല്പം അകലക്കൂട്ടി തളിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിതിൻ്റെ ആദായം കിട്ടും. ആദായം കിട്ടുകയും അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു 4 മാസത്തെ ആദായമാണ് ഒരു പയറിൽ നിന്നും കിട്ടുന്നെങ്കിൽ ഈ വളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 8 മാസം വരെ ആദായം നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ 2 നേരം നനച്ചു കൊടുക്കണം. രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കണം. അതികഠിനമായ ചൂടാണിപ്പോഴും. അതികഠിനമായ ചൂട് സമയത്ത് നമ്മൾ 2 പ്രാവശ്യം നനച്ചു കൊടുക്കണം. പിന്നെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഞാൻ പറഞ്ഞു, ഈ പയറിപ്പം നട്ടിട്ട് ഒരു 10 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 10 ദിവസമേ ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട്. ഈ ഇത്രയും വളർച്ചയെ 10 ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയും ഇതിനിടയ്ക്ക് ഒത്തിരി പണികളുണ്ട്. ഈ ലായനി വളം ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഈ ചൂടിനെ, അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ ഇതിൻ്റെ ഇടയിൽ തോലെന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ ഇലകൾ വെട്ടി ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്.
പിന്നെ അതുപോലെ തന്നെ ഇതിന് പന്തലെന്ന് പറയുമ്പോൾ പലതരത്തിൽ പന്തലിടാം. ഞാനിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്ന പന്തൽ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന പന്തലാണ്. അതിന് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ ഈ ചീമക്കൊന്നയുടെ ഏതാനും കമ്പുകളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അല്പം കയറും മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ചണവും. ഇത്രയും സംഗതി ഉപയോഗിച്ച് നമുക്ക് ഈ പയറിന് പന്തലിട്ട് കൊടുക്കാം. ഒരു വീട്ടിലേക്ക് ഒരു 4 മൂട് പയറുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പയർ അതിൽ നിന്നും പറിച്ചെടുക്കാം, ഈ പറയുന്ന വളവും കൂടെ ചെയ്താൽ. അതുപോലെ 4 മൂട് പയറിനൊക്കെ നനച്ചു കൊടുക്കാൻ ഒരു പ്രയാസവുമില്ല. നമ്മൾ അരിയും പച്ചക്കറിയൊക്കെ കഴുകുന്ന വെള്ളങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന് രാവിലെയും വൈകിട്ടും അതിൻ്റെ ചുവട്ടിൽ നിന്നും അല്പം മാറ്റി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തഴച്ച് വളർന്ന് നമുക്ക് നല്ല ആദായം കിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഉണക്ക് കാലത്താണ് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നല്ല സമയമെന്ന് വെച്ചാൽ ഈ ഉണക്ക് സമയമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ 2-3-4 ഗുണങ്ങളാണ്. ഒന്ന്, കൃഷി എന്ന് പറയുന്നത് സത്യത്തിൽ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഒരു കളിയാണ്, നമുക്ക് ഒരു വ്യായാമ മുറയാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മണ്ണുമായിട്ടുള്ള ബന്ധം മനുഷ്യർക്ക് എല്ലാ ജീവജാലങ്ങൾക്കും അനിവാര്യമാണ്. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മണ്ണുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരങ്ങൾ കുറവാണ്. കാരണം മണ്ണുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം, രാത്രിയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒട്ടനവധി രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ വളർച്ചയും ദഹന പ്രക്രിയയൊക്കെ നടക്കുന്നത്. തന്മൂലം ഭൂമി വലിച്ചെടുക്കേണ്ട കുറേയധികം നെഗറ്റീവായ ഊർജ്ജം നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് നമ്മുടെ കാലിലൂടെ ഭൂമിയിലെത്തി വേണം ഭൂമിക്ക് വലിച്ചെടുക്കാൻ. അത് നടക്കാതെ വരുമ്പോൾ ആ നെഗറ്റീവ് ഊർജ്ജം അവിടെ കെട്ടി നിൽക്കുകയും നമുക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിയോജിപ്പുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിലും അനുഭവത്തിലുമാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് മാനസികവും ശാരീരികമായ ഒരു സംതൃപ്തി, സുഖം ലഭിക്കുന്നതിന് കൃഷി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ വെറുതെ നമ്മൾ കളയാതെ മൊബൈൽ ഫോണിലും ടി വിയുടെ മുമ്പിലും ആവശ്യമില്ലാത്ത സംസാരങ്ങളിലൊക്കെ ഏർപ്പെട്ട് കളയാതെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ എന്ന് വെച്ചാൽ സ്ഥലം തീരെ ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ കൃഷി ചെയ്താൽ കൗതുകകരമായ മനസ്സിന് സന്തോഷം തരുന്ന ഒരു അനുഭവം നമുക്കുണ്ടായി വരും. അതുപോലെ തന്നെ ഇത് പുഷ്പിച്ച് കായ്ച്ച് കിടക്കുന്നുണ്ടേ അത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വളരെയധികം സംതൃപ്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിലെ കായ്ഫലം നമ്മൾ പറിക്കുമ്പോഴും അത് പാകം ചെയ്ത് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പൈസ കൊടുത്താൽ എന്ത് സാധനവും നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുമെന്നുള്ള സത്യമാണ്. പക്ഷേ അത് നമ്മൾ ആലോചിക്കേണ്ടത് ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നമ്മളിന്ന് കൂടുതലും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതും സത്യമാണ്. ഇതിനൊരു പരിഹാരം കൂടിയാണ് ഇത്തരത്തിലുള്ള കൃഷിരീതികൾ എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെയ്തു നോക്കാം. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം. കുറച്ച് നല്ല പയർ വിത്തും 4 മൂട് നടാനുള്ള ഒരു മനസ്സും അത് വെള്ളം കോരാനൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യം നിലനിർത്താനും ഒപ്പം നമുക്ക് വിനോദവും വിജ്ഞാനവും ഒപ്പം അല്പം വരുമാനവും ഒന്നിച്ചുണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത്തരത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്, ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പം പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ഏതൊരാൾക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കൃഷിരീതികളെ സംബന്ധിച്ച അറിവുകളും അതിൻ്റെ കാഴ്ചകളും ഒക്കെ ഇഷ്ടമെങ്കിൽ, അതേപോലെ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.